بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر له وارحمه مرهم كن محمد نور الله مرقده واعف عنه وعافيه وأكرم نزله ووسع مدخله وعسله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين والحمد لله رب العالمين. പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട അഹ്ലുസുഫയിലെ ഒരംഗമായിട്ടുള്ള പ്രിയപ്പെട്ട റംലത്ത് താൻ്റെ വാപ്പയുടെ 1ാമത്തെ ആണ്ടാണ്. മർഹൂം കുഞ്ഞു മുഹമ്മദ് നവ്വർ അല്ലാഹു മർഖദ. റജബ് 1 നമ്മോട് വിട പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ അതിൻ്റെ തുടക്കമായിരുന്നു. പരിശുദ്ധ മദീന മുനവ്വറയിലും നമ്മുടെ നാടിലുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ച് പ്രത്യേകം ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇപ്പോഴും പരിശുദ്ധ മദീനയിലും പരിശുദ്ധ ഹറമിൽ വെച്ച് ദുആ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതിഫലമായിരിക്കും ആ ഉപ്പയ്ക്ക് കിട്ടുന്നത്. ആ ഒരു സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക. ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി കുടുംബങ്ങളിൽ എല്ലാവരിലേക്കും ഇതെത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ കാരണം മറ്റുള്ളവർ യാസീൻ ഓതാനും ദിക്ർ ചൊല്ലാനും ഒക്കെ കാരണമായാൽ വലിയ സന്തോഷം തന്നെയാണ് ഉപ്പായ്ക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് കുടുംബങ്ങളോടാണ്. കുടുംബങ്ങളിലുള്ളവർ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരോദട്ടെ യാസീൻ. ഒരു പക്ഷേ 1ാമത്തെ ആണ്ടായതുകൊണ്ട് വീട്ടിൽ വലിയ സംഗമമൊക്കെ ഉണ്ടാകും. ഈ സംഗമത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? പ്രവാസികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ മജ്ലിസ് എത്തിച്ചു കൊടുത്താൽ നമ്മളെ വളരെയധികം സ്നേഹിക്കുകയും നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. മഹാനായ കുഞ്ഞു മുഹമ്മദ് നവ്വർ അല്ലാഹു മർഖദ പൊന്നുപ്പയെക്കുറിച്ച്, അല്ലെങ്കിൽ മൂത്താപ്പയെക്കുറിച്ച്, അല്ലെങ്കിൽ എളാപ്പയെക്കുറിച്ച്, അങ്ങനെ കൊച്ചുപ്പയെക്കുറിച്ച്, അങ്ങനെ പലർക്കും പല അനുഭവങ്ങളായിരിക്കും. ആ അനുഭവം ഒരു നന്ദിയായി നമ്മൾ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. ആ ഉപ്പയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ 1ാമത്തെ ആണ്ടിൻ്റെ നിമിഷം. ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകും. പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സമയമില്ല, തിരക്കാണ്. പക്ഷേ ഈ തിരക്കുകളെല്ലാം അസ്തമിക്കുമെന്ന് നമുക്ക് ബോധമുണ്ട്. എന്നാലും നമുക്കതിനൊന്നും കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചുറ്റിനുമുള്ള സൃഷ്ടിപ്പുകൾ അള്ളാഹു നമുക്ക് അനുഗ്രഹമായിട്ടാണ് തന്നിട്ടുള്ളത്. മനുഷ്യരായിരിക്കോട്ടെ, ജന്തു സസ്യപരമായിട്ട് അനുഗ്രഹങ്ങൾ, സൗന്ദര്യങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കണം. ആരും നമുക്ക് ഉപദേശം നൽകൂല. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ചിന്തിക്കണം, അള്ളാഹുവേ എനിക്ക് ചുറ്റിനും തന്ന അനുഗ്രഹങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഇതൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ എത്രയോ ചുറ്റുപാടുകളിൽ കഴിയുന്നവരുണ്ട്.
അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് കടപ്പാടും നന്ദിയുമുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടേയിരിക്കണം. നാളെ നമ്മളും മരിക്കും. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ഓർക്കാനും ഇതുപോലെ മറ്റൊരാൾക്ക് കടപ്പാടുണ്ടാകും. അതങ്ങനെയുള്ള ഓർമ്മ അവർക്ക് നൽകണമെങ്കിൽ നമ്മളും നന്ദിയുള്ളവരാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്നും വിട പറഞ്ഞ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് ആഫിയത്തുള്ളോളം കാലം നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, സാഹചര്യങ്ങൾ നോക്കണം. നമുക്ക് എന്താണോ കഴിയുന്നത് അത് ചെയ്യുക. സമ്പത്ത് കൊണ്ട് കഴിയുന്നില്ലേ, നമ്മളെ നാവ് കൊണ്ട് ചെയ്യുക. ഏറ്റവും മഹത്വം അത് തന്നെയാണ്. ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റ് ചൊല്ലുക, ഇഖ്ലാസ് ഓതുക. പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടാൽ എല്ലാ തിരക്കുകളും ഒരു പരിധിവരെ മാറ്റിവെച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയുടെ വിയോഗത്തിൽ 70ഓളം ഒട്ടകത്തിനെ അറുത്തു പാവങ്ങൾക്ക് വിതരണം ചെയ്തു. അതിൻ്റെ പ്രതിഫലമാവും ആ ഉമ്മയ്ക്ക്, ഉമ്മന ഖദീജ ബീവിക്ക് കിട്ടുമെന്ന ഉത്തമ ബോധമുണ്ട്. അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കിണറുകൾ കുഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ആവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ പള്ളി നിർമ്മിക്കുമായിരുന്നു. അതിനുവേണ്ടി പല കാര്യങ്ങളും സ്വതക്കകൾ ചെയ്യുമായിരുന്നു. നമുക്ക് ഈ നമ്മുടെ നടപ്പനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനു പുറമെ പരിശുദ്ധ മസ്ജിദുകളിൽ ഖുർആൻ സ്ഥാപിക്കുക. ഖുർആൻ വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ ആ ഖുർആൻ എടുത്ത് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ ആർക്കാണോ നിയ്യത്ത് ചെയ്തത് അവർക്ക് ലഭിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ ഹറമുകളിൽ 24 മണിക്കൂറും ഖുർആൻ പാരായണം നടക്കുന്ന സ്ഥലം, അതുപോലൊരു സ്ഥലം നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് മദീന മുനവ്വറയിൽ. കാരണം ഞാൻ മദീനത്തായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ളവർ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള സേവനം അള്ളാഹു എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം പറയുന്നത്. ആർക്കെങ്കിലും ഖുർആൻ വെക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഓരോരുത്തർക്കും വെക്കാം. സമ്പത്തുണ്ടോ? ഓരോരുത്തർക്കും വെക്കാം. ഇല്ലേ, എല്ലാവരും കൂടി ചേർന്ന് വെക്കാം. മനസ്സിലായോ? കാരണം എന്താ, അതങ്ങനെ ഒരു ഖുർആൻ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നതിൽ പുറമെ നാളെ മരിച്ച് നമ്മൾ ഖബറിൽ ചെല്ലുമ്പോഴും നമുക്ക് ലഭിക്കും. എന്താ, നമ്മൾ മുഖേനയാണ് ആ ഖുർആൻ വെച്ചത്. അവർക്ക് നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടില്ല. നമുക്കും കിട്ടും. ഇനി നമ്മളുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി വെച്ചാലും അതിൻ്റെ പ്രതിഫലവും നമുക്ക് കിട്ടും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇൻഷാ അള്ളാഹ് പരിശുദ്ധ മദീനയിൽ അർഹിക്കപ്പെടുന്ന രൂപത്തിൽ അർഹിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ, ഏറ്റവും ഖുർആൻ കൂടുതൽ ഓതുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ആ ഖബറാളികൾക്ക് വലിയ സന്തോഷം ചെയ്യുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. താല്പര്യമുണ്ടോ? വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാം. ഇതിനൊന്നും കഴിയുന്നില്ലേ, നമ്മൾ ഖത്മുൽ ഖുർആൻ, യാസീൻ, ഫാത്തിഹ, ഇഖ്ലാസ്, ദിക്ർ, ഇസ്തിഗ്ഫാർ, സ്വലാത്തുകളൊക്കെ ചൊല്ലി സമർപ്പിക്കണം. എങ്ങനെയെങ്കിലും ചൊല്ലിയാൽ പോരാ, എങ്ങനെയെങ്കിലും ചൊല്ലാൻ എളുപ്പമാണ്. അതിന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിനൊക്കെ കണക്ക് വെക്കണം. ഇനി 1-ാമത്തെ ആണ്ട് വരികയാണ്, നമ്മുടെ ഉപ്പയുടെ 1-ാമത്തെ ആണ്ട് വരികയാണ്, ഉമ്മയുടെ ആണ്ട് വരികയാണ്, വല്യുമ്മയുടെ വരികയാണ്. വരുന്നതിന് 1 മാസം മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ആ മാസം, ഇപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ ആണ്ട് വന്നത് എന്താ, 1-ാമത്തെ ആണ്ട് വരുന്നത് ഏത് മാസമാണ്? റജബ് 1 ആണ്. അപ്പോൾ ഈ റജബ് 1 മുതൽ 30 വരെയും നമ്മൾ എന്ത് ചെയ്യണം? ആ മാസത്തോടുള്ള ബഹുമാനവും, ആ മാസത്തിലാണ് നമ്മുടെ ഉപ്പ മരണപ്പെട്ടത് എന്ന് വഫാത്തായതെന്ന് ഓർത്തുകൊണ്ട് 30 വരെയും നമ്മൾ ആ ഉപ്പയ്ക്ക് വേണ്ടി ഒരു 10 ഫാത്തിഹ, ഒരു യാസീൻ, അങ്ങനെ ഒരു 30 യാസീൻ നമുക്ക് ഓതാൻ കഴിയും. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താ? ഖത്മുൽ ഖുർആൻ, ഫാത്തിഹ, യാസീൻ, മുൽക്ക്, ദിക്ർ, ഇഖ്ലാസ്, ഇസ്തിഗ്ഫാർ, സ്വലാത്ത്. ഈ 8 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കുറച്ച് പല തുള്ളി പെരുവെള്ളം എന്ന നിലയ്ക്ക് ചെയ്ത് മാസം അവസാനമാകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഹദിയയായിട്ട്, സ്വതക്കയായിട്ട് കൊടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് യാസീൻ പാരായണം ചെയ്ത് ദിക്ർ ചൊല്ലി നമുക്ക് ദുആരക്കും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരൊക്കെയാണോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ. ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ, മുറാദുകൾ ഹാസിലാക്കട്ടെ. ആരെങ്കിലും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതുക, അള്ളാഹു ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കട്ടെ. മുത്തുനബി തങ്ങളുടെ ചാരത്തിൽ നിന്നാണ് ദുആരക്കുന്നതും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلكم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين
ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم منا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി അല്ലാഹു മാറ്റുമാറാകട്ടെ. ഏതൊക്കെ കുടുംബങ്ങളാണോ ആ ഉപ്പയുമായി ബന്ധപ്പെട്ടവർ പങ്കെടുത്തിട്ടുള്ളത്, അതിന് പുറമേ ഉള്ളവർ, അല്ലാഹുവേ എല്ലാവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങളുമായി കഴിയുന്നവരുണ്ടോ റഹ്മാനെ. ഷാഫിയായ അള്ളാഹ് നീ ഷിഫയാക്കണം, കാഫിയായ അള്ളാഹ് നീ ഷിഫയാക്കണം, മുറാദുകൾ ഹാസിലാക്കണം, രോഗങ്ങൾ ഷിഫയാക്കണം, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം. എത്ര ആത്മാവുകളാണ് അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുപ്പയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. ആ ഉപ്പ എത്ര സന്തോഷിക്കുന്നുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറാണ്. ആ ഒരു നിലയ്ക്കാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് എത്രമാത്രം ഇഷ്ടം നമ്മളോടുണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയോ ഇഷ്ടം നമ്മളോടുണ്ടാകും. യാ റസൂലല്ലാഹ് ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹ് ഉൻദുർ ഹാലനാ യാ റസൂലല്ലാഹ്. എല്ലാവരിലേക്കും തിരുനോട്ടം നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഓതിയ ഖുർആൻ, ഞങ്ങൾ ഈ ഓതിയ ദിക്റുകളും യാസീനും അതുപോലെ ഓതി വച്ചിരിക്കുന്ന 1 കോടിയോളം വരുന്ന ദിക്റുകളുണ്ട്. 1000-ൽ പരം ഖത്മുൽ ഖുർആനുണ്ട്. എല്ലാം ആ ഉപ്പയുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഖബർ നീ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലോ. സ്വർഗീയ പൂന്തോപ്പാക്കണേ അല്ലോ. സ്വർഗീയ ആരാമമാക്കണേ അല്ലോ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ഈമാൻ എന്നും നീ നിലനിർത്തി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا ومولانا محمد. اللهم وصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفانا منجينا مرشدنا
قرة أعيننا محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബിൽ മുസ്തഫയുടെ മെമ്പറും അഹ്ലുസുഫയിൽ അംഗമായ പ്രിയപ്പെട്ട റംലത്തെന്ന സഹോദരി, അല്ലാഹുവേ അവരുടെ പൊന്നുപ്പയാണ് മർഹൂം കുഞ്ഞു മുഹമ്മദ് നവ്വറല്ലാഹു മർഖദ. അല്ലാഹുവേ മുത്തുനബി തങ്ങളുടെ ചാരത്തു നിന്നാണ്, മുത്തുനബി തങ്ങളുടെ തിരുമുറ്റത്ത് നിന്നാണ് ഞങ്ങൾ ദ്വാരക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ യാസീൻ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും അപ്പയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഷറഫാക്കപ്പെട്ട കരങ്ങളാൽ ആ ഉപ്പയുടെ ഖബറിലേക്ക് സാധുക്കളായ ഞങ്ങൾ ഓതി വെച്ച ഖുർആനെല്ലാം ദിക്റുകളെല്ലാം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഇതൊക്കെ ഞങ്ങൾ പറയുന്നെന്നല്ലാതെ അവിടെ എത്തുന്നുണ്ടോ, അവിടെ എത്തിയിട്ട് ആ ഉപ്പ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഞങ്ങളൊരു അൽഹംദുലില്ല പറഞ്ഞാൽ നീ എത്രമാത്രം സന്തോഷിക്കുമെന്ന് മഹാന്മാരിലൂടെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ ചെലവഴിച്ച സമയവും ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത നന്മകളും നഷ്ടപ്പെടില്ലെന്നു മാത്രമല്ല ഞങ്ങൾക്കും അത് ഉപകാരപ്പെടും. എവിടെ? ഖബറിൽ. അല്ലാഹുവേ ആരാരുമില്ലാത്ത ഇരുളാർന്ന ഖബറിടത്തിൽ ഒരാളും സഹായിക്കാനില്ല. ഉമ്മയില്ല, ഉപ്പയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല. അല്ലാഹുവേ ഇവരെയെല്ലാം ഞങ്ങൾക്ക് ഔദാര്യമായി നിൻ്റെ ഔദാര്യം കൊണ്ട് സമ്മാനമായി തന്ന് ഞങ്ങളെ ജീവിതം മുഴുവനും അലങ്കരിച്ചു. ഞങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ചോദിക്കാതെ തന്നെ ജനിക്കുന്നതിന് മുമ്പെല്ലാം നിർണയിച്ച കാരുണ്യക്കടലായ അല്ലാഹ്, നന്ദിയില്ലാതെയാണ് നിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത്. അല്ലാഹുവേ ഇത്രയൊക്കെ നീ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം ചൊരിഞ്ഞ് തന്ന് അല്ലാഹുവേ ഞങ്ങൾ നന്ദിയേട് കാണിച്ചവരാണെങ്കിലും നീ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരുണ്യക്കടലായ റബ്ബേ, ഞങ്ങൾ ഈ ചെയ്ത നന്മകളെല്ലാം ആ ഉപ്പയും ഉമ്മയും സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ അഹ്ലുകാരെയും സന്തോഷിപ്പിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനെ. മഹാനായ കുഞ്ഞു മുഹമ്മദ് എന്ന പൊന്നുപ്പയുടെ ഖബറിടം വിശാലമാകാൻ, സ്വർഗമാകാൻ അല്ലാഹുവേ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നല്ല മനസ്സോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി പങ്കെടുത്ത 1, 2, 3, 10 ആളുകളാണെങ്കിൽ അല്ലാഹുവേ അത് തന്നെ ആ ഉപ്പയുടെ ഖബറിൽ വലിയ സന്തോഷമാണ്. ആ ഉപ്പയ്ക്ക് വേണ്ടി ഇന്നൊരുമിച്ച് കൂടിയവർ അല്ലാഹുവേ ഈ മദീനയിൽ നിന്നും ഈ പരിശുദ്ധ ഖുബ്ബയുടെ ചാരത്തു നിന്നും ഈ വിനീതം ദ്വാരക്കുമ്പോൾ ആരൊക്കെയാണോ ആ കുടുംബത്തിൽ വന്നത്, ആ വീട്ടിൽ സംഗമിച്ചത്, ഉൻദുർ ഹലനായ റസൂലല്ലാ അവിടുത്തേക്കൊരു തിരുനോട്ടം നൽകണം യാ ഹബീബല്ലാ. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണേ യാ റസൂലല്ലാ. ആ കുടുംബത്തല്ല ഉപ്പയുടെ തിരുനോട്ടം സർവർക്കും നീ നൽകണം റഹ്മാനെ, സർവർക്കും നീ നൽകണേ അല്ലാ, സർവർക്കും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണം റഹ്മാനെ, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ, മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ, കടങ്ങൾ നീ വീട്ടണേ അല്ലാ, രോഗങ്ങൾ നീ മാറ്റണേ അല്ലാ. ആ ഉപ്പയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തത് അതെല്ലാം മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ കൂട്ടായ്മയുടെ
ഖാദിമത്തായി ലീഡറായി പ്രവർത്തിക്കുന്ന അള്ളാഹുവേ ത്വാഹിറ അഷ്റഫ് അള്ളാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണേ അല്ലാ, അവരുടെ ദാമ്പത്തിക ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ, ജോലിയിലും പഠനത്തിലും ബറക്കത്ത് നീ നൽകണം റഹ്മാനെ, അവരുടെ സന്താനങ്ങളിൽ നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ, റാഹത്തുള്ള സന്തോഷമുള്ളൊരു ജീവിതം നീ അവരുടെ മക്കളിൽ നൽകണം റഹ്മാനെ, അവരുടെ ജോലിയിലും അവരുടെ സകല മേഖലകളിലും ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർ അവർ ചെയ്യുന്ന എല്ലാ ജോലിയിലും റാഹത്തും സന്തോഷവും ബറക്കത്തും നീ നൽകണേ അല്ലാ. ചോദിക്കുന്നതും പറയുന്നതും കൈനീട്ടുന്നതും മുത്തുനബി തങ്ങളുടെ തിരുചാരത്താണ്, ജന്നത്തുൽ ബഖീഅൻ്റെയും മുഹദിൻ്റെയും ഇടയിലാണ്. അല്ലാഹുവേ ജന്നത്തുൽ ബഖീൻ്റെ അഹ്ലുകാരുടെ നോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മഹാനായ ഹംസത്തുൽ ഖർറാർ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഞങ്ങളുടെ ത്വാഹിറാത്ത് അല്ലാഹുവേ ത്വാഹിറ അഷ്റഫ് അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ രണ്ടു പേർക്കും നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരി ആയിത്തയുടെ പ്രിയപ്പെട്ട പൊന്നുപ്പയും ഉമ്മയും ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. ആ ഉപ്പ കിടക്കുന്നത് ജന്നത്തുൽ ബഖീലാണ്. അല്ലാഹുവേ ആ ഉപ്പയുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആ പ്രിയ സഹോദരി കാരണം എത്രയെത്ര സ്വലാത്തുകളാണ് പരിശുദ്ധ മദീനയിലേക്ക് ഒഴുകുന്നത്, എത്രയെത്ര ജീവിതമാണ് തിരുസുന്നത്തിൽ അലിഞ്ഞു ചേരുന്നത്, എത്രയെത്ര ജീവിതമാണ് സന്തോഷത്തിലാകുന്നത്, എത്രയെത്ര ഖബറാളികളുടെ ഖബറിലേക്കാണ് ഇത്രയും ദുആ കിട്ടുന്നത്. അല്ലാഹുവേ ഈ പൊന്നുപ്പയ്ക്കും ഇങ്ങനെയൊക്കെ ദുആ കിട്ടാൻ കാരണം അവർ തന്നെയാണല്ലോ അല്ലാ. അല്ലാഹുവേ ആഫിയത്ത് നീ നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് സഹോദരിമാർക്ക് ഈ കൂട്ടായ്മയെക്കുറിച്ച് മനസ്സിലായി, ഞങ്ങൾക്കും ഈ കൂട്ടായ്മയിൽ ഒരംഗമാകണം. പ്രതിമാസം സ്വലാത്തു ചൊല്ലി മദീനയിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ പ്രിയ കൂട്ടുകാരൻ പ്രിയ സഹോദരൻ മുത്തുനബി തങ്ങളുടെ ചാരത്ത് വെച്ച് ഞങ്ങളെ പേര് പറഞ്ഞു ദ്വാരക്കുമല്ലോ, അത് വലിയൊരു നേട്ടമാണല്ലോ എന്ന് മനസ്സിലാക്കി അല്ലാഹുവേ ഈ വിനീതൻ അല്ലാഹുവേ ചെയ്യുന്ന സേവനങ്ങൾ തൃപ്തിപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പറ്റം സജ്ജനങ്ങളുണ്ട് റഹ്മാനെ. ഒരുപാട് പല പല ഭാഷക്കാർ, പല ദേശക്കാർ, പല രാജ്യങ്ങളിലുമുണ്ട് റഹ്മാനെ. അല്ലാഹുവേ അവരുടെ നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ സഹോദരൻ്റെ നിർദ്ദേശമനുസരിച്ച് നസിഹത്തനുസരിച്ച് ഈ വിനീതൻ പറയുന്നതനുസരിച്ച് അല്ലാഹുവേ ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് സാദാത്യങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ നിത്യം സ്വലാത്ത് ചൊല്ലുന്നു, കൃത്യമായി രേഖപ്പെടുത്തുന്നു, മുടങ്ങിപ്പോകുന്നില്ലെന്ന ബോധ്യത്തോടുകൂടി മാസാവസാനമായാൽ അതിൻ്റെ കൃത്യമായ കണക്ക് ഏൽപ്പിക്കപ്പെട്ട ആളുകളെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നു. അതുമാത്രവുമല്ല റജബ് ശഅബാൻ റമളാനുമായാൽ ഖുർആനോദാനും ദിക്റ് ചൊല്ലാനും ഒക്കെ ആവേശം കാണിക്കുന്നു. അല്ലാഹുവേ അവരെയെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ, ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വഴികാട്ടിയായവരെ നീ വഴികാട്ടണേ അല്ലാ. പ്രവാസലോകത്ത് ഈ വിനീതനെ ഒരുപാട് സഹായിച്ചവരുണ്ട് റഹ്മാനെ, ഒരുപാട് പരിഗണിച്ചവരുണ്ട് റഹ്മാനെ. നിനക്കറിയാമല്ലോ അല്ലാ. എപ്പോഴും അവർക്ക് വേണ്ടി ദുആരക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഈ മജ്ലിസിലും ദുആരക്കുന്നു. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ കൈപിടിച്ചവർ അല്ലാഹുവേ നീ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. പുണ്യ മദീനയിൽ വെച്ചാണ് ദുആരക്കുന്നത്, നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ
ഏതെല്ലാം രൂപത്തിൽ സഹായിച്ചതെന്ന് പേരൊന്നും പറയണ്ട, എങ്ങനെയാണെന്നും പറയണ്ട, നിനക്കറിയാമല്ലോ അല്ലാ. സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, സൗകര്യങ്ങൾ തന്നും അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ അല്ലാഹുവിന് വേണ്ടി ഫീ സബീലില്ലാ എന്ന നീയത്തോടു കൂടി സഹകരിച്ച് അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരെയെല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നീ കരകയറ്റണം റഹ്മാനെ. അല്ലാഹുവേ ആ പ്രവാസികൾക്കെല്ലാം നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. പരിശുദ്ധ റജബാണ് വന്നിരിക്കുന്നത്, ശഅബാൻ വന്നുകൊണ്ടിരിക്കുന്നു. റമളാനിലേക്ക് കടക്കണം. ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, കടങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്, ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ പറയുന്നത്, ഹൃദയത്തിൽ തറച്ചു കയറാൻ വേണ്ടിയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ചുറ്റിനുമുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു നന്മയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പിശാച് നമ്മളെ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയുകയാണ്, പ്രശ്നങ്ങൾ അവസാനിക്കുന്നൊരു ദിവസം വരും, കടങ്ങൾ അവസാനിക്കുന്ന ദിവസങ്ങൾ വരും, പ്രതിസന്ധികൾ അവസാനിക്കുന്ന ദിവസം വരും, പിശാച് നമ്മളിൽ നിന്നും കുതറിയോടുന്നൊരു ദിവസം വരും. ഏത് ദിവസമാണ്? നമ്മുടെ മേൽ നിയമിക്കപ്പെട്ട, തീരുമാനിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. ആ ദിവസം നമ്മൾ ഈ ദുനിയാവിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും നമ്മളെ കുടുംബക്കാർ നമ്മുടെ ഖബറിൽ കൊണ്ടുവെക്കുന്ന സമയം അവിടെ കടങ്ങളില്ല, രോഗങ്ങളില്ല, വിഷമങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒരു പ്രതിസന്ധിയുമില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധികളാണ്, കടങ്ങളാണ്, രോഗങ്ങളാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും, പ്രയാസങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹു ഉണ്ടെന്നും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും അത് പരീക്ഷണമാണെന്നും മനസ്സിലാക്കി എത്ര വലിയ പരീക്ഷണം വന്നാലും നമ്മൾ ചെയ്യേണ്ട ഔറാദുകൾ, നമ്മൾ നിത്യം ചെയ്യേണ്ട കാര്യങ്ങൾ അതങ്ങ് ചെയ്തു പോയാൽ നമ്മൾ വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, വിഷമമാണ്, നിസ്കാരമില്ല, രോഗമാണ്, കിടത്തമാണ്, ഇതുകൊണ്ട് എന്തർത്ഥമാണ്? അള്ളാഹു ഇറക്കുന്ന പരീക്ഷണങ്ങളിൽ വിജയിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മെ കൊണ്ട് തൃപ്തിപ്പെടുകയുള്ളൂ. നമ്മൾ ക്ഷമിക്കണം, ധീരതയോടെ മുന്നോട്ട് നീങ്ങണം. അതിനു പറ്റിയ അരയും തലയും മുറുക്കി ഇറങ്ങേണ്ട സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഇറങ്ങൽ നിർബന്ധമാണ്. നിങ്ങളിപ്പോൾ തന്നെ ഇറങ്ങണം. റജബെന്നാണ്, കൃത്യനിഷ്ഠ വേണം, ഖുർആൻ ഓതി തുടങ്ങിക്കോ. എന്നാൽ റമളാൻ 30 ദിവസവും അതിമനോഹരമായി നമുക്ക് എന്തു ചെയ്യാം? ഖുർആൻ ഓതാൻ കഴിയും. ഇപ്പോഴേ ചെറിയ രൂപത്തിൽ 1/2 ജുസ് ഓതിയാൽ മതി. കഴിയുമെങ്കിൽ 1 ജുസ് ഓതിക്കോ. ഒരു മാസം കൊണ്ട് നമുക്ക് 30 ജുസുവിലെത്താം. ഷഅബാൻ മാസമായാൽ 30 ജുസുവിലെത്താം. അങ്ങനെ 2 മാസം കൊണ്ട് 2 ഖത്ം ഓതിയാൽ നമുക്ക് ഖുർആനുമായി അടുത്തിടപഴകാൻ പറ്റി. അപ്പോൾ റമളാനിൽ നമുക്ക് ഓരോ 10-ലും ഒരു ഖത്ം ഓതാൻ കഴിയും. അങ്ങനെ 3 ഖത്ം ഓതി, അങ്ങനെ റജബ്, ഷഅബാൻ, റമളാനായാൽ നമുക്ക് എത്ര ഖത്ം ഓതാം? 5 ഖത്ം ഓതാൻ കഴിയും. ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ്, എന്നെ സൃഷ്ടിച്ച റബ്ബിന് വേണ്ടിയാണെന്ന് നിയ്യത്ത് വെച്ചോളൂ. ഇപ്പം നമുക്ക് ഓതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാവിയിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ സുഖവും സൗകര്യവും നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രതിസന്ധി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരെ അള്ളാഹുവിന് വേണ്ട. അള്ളാഹു തന്നെയായിരിക്കും നമ്മളെ പരീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി എല്ലാം മാറ്റിവെച്ച് നമ്മൾ ധീരതയോടെ മുന്നോട്ട് പോകണം. എന്തെങ്കിലും ഒരു വിഷമം വന്നോ, അസ്വസ്ഥത വന്നോ, അതാരോ സിഹ്റെന്ന് പറഞ്ഞിട്ട് നമ്മൾ തടിതപ്പാതെ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ആത്മാവിനെ അള്ളാഹുവിലേക്ക് തിരിക്കാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, റജബ് മാസമാണ്. 90 ദിവസത്തേക്കുള്ള പ്ലാനുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാക്കണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയൊക്കെയാണ്? രാവിലെ തഹജ്ജുദ് മുതൽ രാത്രി കിടക്കുന്നത് വരെ വൈകി ഉറങ്ങുന്നത് ഒഴിവാക്കി നേരത്തെ ഉറങ്ങി. ആർക്ക് വേണ്ടി? എൻ്റെ അള്ളാഹുവിനോട് സംസാരിക്കണം. എൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമയമാണ് തഹജ്ജുദ്. ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, എൻ്റെ വിഷമങ്ങളെല്ലാം ഏറ്റുപറയണം എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലുമുണ്ടോ? അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. എന്നോടടക്കം പറയുകയാണ്.
അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, നാളെ എന്ന് പറഞ്ഞ് നീട്ടാതെ ഇപ്പം തന്നെ അതിനു വേണ്ടി തുടങ്ങിക്കോ. ഇന്ന് റജബ് 1 കഴിഞ്ഞു എന്ന് പറയാം. എന്നാലും ഈ മഹത്തായ 1 ദിവസം തന്നെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു നമ്മുടെ ഇബാദത്തും സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഈ ദിവസം മുതൽ നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചുറ്റുപാടുകളാണ് അല്ലേ? ഓരോ ജോലികളും തിരക്കുകളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം പ്ലാനുകൾ ചെയ്ത് എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാൻ കഴിയണം. അപ്പോൾ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കൂ. അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണവും മറ്റു പല കാര്യങ്ങളും 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും ഇരുന്നങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിസ്കരിക്കുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് ഓടാൻ വേണ്ടിയുള്ള നിസ്കാരമാവരുത്. നിസ്കരിച്ച് സലാം വീട്ടുന്നതും കാണാം എന്ത് ചെയ്യുക? ഒരൊറ്റ ഓട്ടം. പള്ളിയിൽ നിന്നാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും. അല്ലെങ്കിൽ ഉമ്മമാരാണെങ്കിലോ തട്ടമൊക്കെ എടുത്ത് എവിടെ എറിയുന്നതെന്ന് അറിയാൻ പറ്റില്ല, അങ്ങനത്തെ ഓട്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല, ഇത് പൊതുവായിട്ട് ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലണം, കുറച്ച് ദിക്റ് ചൊല്ലണം, കുറച്ച് ഫാത്തിഹ ഓതണം, കുറച്ച് ഇഖ്ലാസ് ഓതണം. അതൊക്കെ രേഖപ്പെടുത്തണം. കാരണം നമ്മളെ ഹവൻ നഫ്സിനെ നമ്മൾ ഒരിക്കലും നമ്മളെ ഇഷ്ടത്തിന് വിടാൻ പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം വരും, അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾ ഇറങ്ങി ഓടേണ്ട അത്ര ധൃതിയൊന്നും ഇല്ല. നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബിൻ്റെ മുമ്പിൽ ഒരു ദിവസം എത്ര സമയം നമ്മൾ ഇരിക്കുന്നത്? അവിടെ ഇരുന്നിട്ട് എന്താ ചിന്തിക്കേണ്ടത്? അതൊക്കെ ഇൻഷാ അല്ലാ മറ്റൊരു സമയത്ത് ഏതെങ്കിലും വോയിസിലൊക്കെ ഉണ്ടെങ്കിൽ പറയും, അതൊക്കെ കേട്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാ റജബ് മാസം നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാ ഖുർആനുമായി ബന്ധപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെയാണ് ഓതേണ്ടത്? സൂറത്തുൽ ഖത്മുൽ ഖുർആൻ തുടങ്ങണം. അതുപോലെ തന്നെ സൂറത്തുൽ യാസീൻ ഓതണം എല്ലാ ദിവസവും. സൂറത്തുൽ മുൽക്ക് ഓതണം. അതുപോലെ തന്നെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഒരു ദിവസം പോലും മുടങ്ങാതിരിക്കാൻ ടൈം ടേബിൾ ഉണ്ടാക്കണം. മുടങ്ങിയാലോ നമ്മൾ ഖളാ വീട്ടണം. അപ്പോൾ എന്തായി? മാഷാ അല്ലാ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ വിനീതൻ പറഞ്ഞത് കേട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. റജബ് അവസാനമാകുമ്പോൾ ഒന്ന് നോക്കുക. റജബ് 1 മുതൽ ഏതെങ്കിലും ദിവസം വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഖളാ വീട്ടിക്കോ. അങ്ങനെ നമുക്ക് 30 യാസീൻ ഓതാൻ കഴിയും. ഒരു ദിവസം 10 ഫാത്തിഹ ഓതിയാൽ 300 ഫാത്തിഹ ഓതാൻ കഴിയും. ഒരു ദിവസം 100 ദിക്ർ ചൊല്ലിയാൽ 3000 ദിക്ർ ചൊല്ലാൻ കഴിയും ഒരു മാസം കൊണ്ട്. അതുപോലെ 3000 ദിക്റിന് പുറമെ ഇസ്തിഗ്ഫാറും ചൊല്ലാൻ കഴിയും. അങ്ങനെ നമ്മൾ 3 മാസം കൊണ്ട് റമളാൻ അവസാനിച്ചു കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്. ഈ 3 മാസം കൊണ്ട് എനിക്ക് ഇത്രയും ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഞാൻ ഇന്ന് വരെ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് നന്മകളാണ് ഈ റജബ് മുതൽ റമളാൻ അവസാനിക്കുന്നത് വരെ ചെയ്യാൻ കഴിഞ്ഞത് എന്നൊരു ആത്മവിശ്വാസം വരുമ്പോൾ എന്തൊരു ധൈര്യമാണ്, എന്തൊരാനന്ദമാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തുടങ്ങിക്കോ. എന്തിനാണ് ഈ മാസം മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്ത് മറ്റുള്ള മാസമൊന്നും ചെയ്യാത്തത്? ഹബീബായ മുത്തുനബി തങ്ങൾ 2 കരങ്ങളും നീട്ടുകയാണ്. എപ്പോഴാണ്? റമളാനിൻ്റെ 1-ാമത്തെ ദിവസം ഇന്നായിരുന്നു മുത്തുനബി തങ്ങൾ നീട്ടിയ ദിവസം. എന്താണ് അള്ളാഹിനോട് പറഞ്ഞത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഹബീബായ മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു. ഹബീബായ മുത്തുനബി തങ്ങൾ എന്താണ് ചോദിച്ചത്? റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ബറക്കത്തുകളാണ് ഇറക്കിയത്, അതുപോലെയും റജബിലും ശഅബാനിലും തരണമെന്ന്. ആർക്ക് വേണ്ടി? ഉമ്മത്തിങ്ങളായ നമുക്ക് വേണ്ടിയാണ് ചോദിച്ചു മേടിച്ച് തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഈ 3 മാസവും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. മുത്തുനബി തങ്ങൾ നമുക്ക് ദുആ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഇത്രയും പറഞ്ഞ സൽക്കർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മർഹൂം കുഞ്ഞു മുഹമ്മദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷമെത്തിക്കണേ അല്ലാ, സന്തോഷമെത്തിക്കണേ അല്ലാ. ഉപ്പയ്ക്ക് വേണ്ടി മദീനയിൽ വെച്ച് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. പിന്നെ ഖുർആനിൻ്റെ കാര്യങ്ങൾ ചിലപ്പം കേൾക്കുന്നവർക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചാൽ അത് ഇൻഷാ അല്ലാ ഞാൻ അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കും. ആർക്ക് വേണമെങ്കിലും ഖുർആൻ മദീനയിൽ വഖഫ് ചെയ്യാം ഇൻഷാ അല്ലാ. അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എത്തിച്ചു തരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഏത് കാര്യത്തിനും ഖുർആൻ ഹറമിൽ വെക്കാം, മദീന പള്ളിയിൽ വെക്കാം. അത് മദീനയിലുള്ള നിയമപാലകർക്ക് മാത്രമല്ല നമുക്കും വെക്കാം. അതിൻ്റെതായ രൂപങ്ങളും ശൈലിയിലുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും അതിനു വേണ്ടിയൊക്കെ തയ്യാറാവണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിലപ്പെട്ട ദുആകളിൽ ഈ വിനീതിന് വേണ്ടി പ്രത്യേകം ദുആരക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഞാനും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുആരക്കും. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.